ഒരേ നിറത്തിലുള്ള വീടുകളുടെ ചലഞ്ച് നമുക്ക് തുടങ്ങാം. പെൺകുട്ടികളെ വിഷമിക്കേണ്ട, ഞാൻ എല്ലാം ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇതാ നമ്മുടെ ഡെലിവറി എത്തിക്കഴിഞ്ഞു. അടിപൊളി. നമുക്ക് ബോക്സുകൾ തുറന്ന് നമ്മുടെ വീടുകൾ ഒരുക്കാൻ തുടങ്ങാം. ഓ, അതെന്താണ്? എന്റെ സ്ഥലത്ത് ഒരു എലിയോ? മൈക്ക്, ഇതൊന്ന് വൃത്തിയാക്കൂ പ്ലീസ്. ഓ, ഇപ്പോൾ വളരെ നന്നായിട്ടുണ്ട്. ഓ, ഈ എലിയെ കാണാൻ നല്ല ഭംഗിയുണ്ട്. എനിക്ക് ഒരുപാട് പൊടിയുണ്ട്. എല്ലാവരും അവരവരുടെ വീടുകളുടെ പണി തുടങ്ങിയെന്ന് ഞാൻ കാണുന്നുണ്ട്. എനിക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് ഇപ്പോൾ തന്നെ അറിയാം. ഓ ഓ എമ്മ, എനിക്ക് ഖേദമുണ്ട്. എമ്മ, ശാന്തയാകൂ. ശരി, ഞാൻ നിനക്കൊരു ട്രീറ്റ് തരാം. എന്റെ പക്കൽ മികച്ചൊരു ആശയമുണ്ട്. അത് നോക്കൂ. കൊള്ളാം. അതെ, ഇവിടെ നിന്ന് പോകൂ. ഇത് എന്റെ വീടാണ്. ഇനി ഞാൻ ഇതിന് നീല പെയിന്റ് അടിക്കാൻ പോവുകയാണ്. അങ്ങനെ കഴിഞ്ഞു. ഈ മേൽക്കൂര നോക്കൂ. കൊള്ളാം. നമുക്ക് അവിടെയും കുറച്ച് അലങ്കാരങ്ങൾ ചെയ്യാം. അത് എന്റെ അടിപൊളി കാറുകൾക്കുള്ള റേസ് ട്രാക്ക് ആണ്. നമുക്ക് ഇവിടെ ഒരു കൊടി സ്ഥാപിക്കാം. അപ്പോൾ ഇവിടെ ആരാണ് താമസിക്കുന്നതെന്ന് എല്ലാവർക്കും മനസ്സിലാകും. ഓ, എനിക്ക് യാതൊരു കുഴപ്പവുമില്ല. എനിക്ക് വീടിന് ചുറ്റും മഞ്ഞ ബുക്ക് മാർക്കുകൾ വെക്കണമെന്നുണ്ടായിരുന്നു, പക്ഷെ അത് നടന്നില്ല. നമുക്ക് കൂടുതൽ ശ്രമിക്കാം. ഓ, ഇപ്പോൾ വളരെ നന്നായിട്ടുണ്ട്. ഇനി എനിക്ക് ഒരു ബലൂൺ വീർപ്പിക്കണം. നമുക്കിത് ചെയ്യാം. ഞാൻ ലോകത്തിലെ ഏറ്റവും മനോഹരമായ വീട് ഉണ്ടാക്കാൻ പോവുകയാണ്. ഹോ, ഇതെവിടെ നിന്ന് വന്നു? മേരി, അത് നിന്റെ ബലൂണാണോ? മേരി, നിനക്ക് വളരെ മനോഹരമായ ഒരു വീടുണ്ട്. എമ്മ, നീ മേരിയുടെ വീട് കണ്ടോ? ഓ, മറ്റുള്ളവർ അവരുടെ വീടുകൾ അലങ്കരിച്ചു കഴിഞ്ഞു. ഞാൻ ഇനി എന്താണ് ചെയ്യേണ്ടത്? ഓ, ശരിയാണ്. എന്റെ ബോക്സിൽ ഒരു പിങ്ക് രേഖ ഉണ്ട്. ഓ, വേഗം ചെയ്യ്. അയ്യോ, എന്റെ വിരൽ. ഞാൻ വിചാരിച്ചത്ര എളുപ്പമല്ല ഇത്. എങ്കിലും എന്നെ സഹായിക്കാൻ കഴിയുന്ന ഒരാളെ എനിക്കറിയാം. ബിൽഡർമാർക്ക് എന്തും ചെയ്യാൻ കഴിയുമല്ലേ? ഹലോ, എന്നെ ഒന്ന് സഹായിക്കാമോ? ഓ, പെർഫെക്റ്റ്. നിങ്ങളെ നേരത്തെ വിളിക്കാൻ എനിക്ക് എന്തുകൊണ്ട് തോന്നിയില്ല? ഇത് വളരെ വേഗത്തിൽ നടക്കുന്നുണ്ട്. ഓ, എന്ത് മനോഹരമായ ഹൃദയം. ഓ, പെർഫെക്റ്റ്. ഓ, അതെ, എനിക്ക് നിങ്ങൾക്ക് പണം നൽകണം. എന്റെ പക്കൽ ഒരുപാട് പണമുണ്ട്. അതുകൊണ്ട് ദാ ഇത് വാങ്ങിക്കോളൂ. ബൈ ബൈ. എന്റെ വീട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഇത് കൊള്ളാമോ? എന്ത് രുചികരമായ വാഴപ്പഴം. നിൽക്കൂ. എനിക്ക് ഇത് എന്റെ പുൽത്തകിടിയിൽ നട്ടുപിടിപ്പിച്ച് ഒരു വാഴ വളർത്താം. ഓ, അത് നോക്കൂ. എന്റെ വാഴ ഇതിനകം വളർന്നു കഴിഞ്ഞു. ഇത് കാണാൻ വളരെ കൊതിയാവുന്നുണ്ട്. എനിക്ക് ഇവിടെ ഇരുന്ന് വിശ്രമിക്കുകയും വെയിൽ കായുകയും ചെയ്യാം. ഒരു തൊപ്പിയും വലിയൊരു സ്വാദിഷ്ടമായ കോക്ടെയിലും. പെർഫെക്റ്റ്. വൗ, മേരിയുടെ പുൽത്തകിടിയിൽ വാഴപ്പഴം വളരുന്നുണ്ട്. എനിക്കാണെങ്കിൽ നല്ല വിശപ്പുണ്ട്. ഒരു സെക്കൻഡ് നിൽക്കൂ. എന്റെ പക്കൽ ഒരു മികച്ച ആശയമുണ്ട്. എനിക്കൊരു ബാസ്കറ്റ്ബോൾ കോർട്ട് ഉണ്ടാക്കാം. എനിക്കിവിടെ ഒരുപാട് ആസ്വദിക്കാൻ കഴിയും. ഞാനൊരു പ്രൊഫഷണൽ ബാസ്കറ്റ്ബോൾ കളിക്കാരൻ കൂടിയാണ്. 3-ൽ 3-ാം സ്ഥാനം നേടിയ ടൂർണമെന്റുകളിലേക്ക് പോലും എന്നെ ക്ഷണിച്ചിട്ടുണ്ട്. സിഗ്നേച്ചർ ഷോട്ട്. എമ്മ, ക്ഷമിക്കണം. എനിക്ക് ആ പന്തൊന്ന് എറിഞ്ഞു തരാമോ? എന്ത്? നീ അത് എങ്ങനെ ചെയ്തു? ഓ, എനിക്ക് ഒരു പുൽത്തകിടി ഊഞ്ഞാൽ ഉണ്ടാക്കണം. ഇത് അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമല്ലെന്ന് തോന്നുന്നു. വാവ്, ഞാനത് ചെയ്തു. ഇത് വളരെ കൊള്ളാം. എന്റെ പ്രിയപ്പെട്ട കളിപ്പാട്ടത്തെ ഞാൻ ഇതിൽ ഇരുത്തി ആട്ടാൻ പോവുകയാണ്. ഇവിടെയാണ് എന്റെ മനോഹരമായ മെയിൽ ബോക്സ് സ്ഥാപിക്കുക. ഇതിനെ കൂടുതൽ മനോഹരമാക്കാൻ കുറച്ച് നല്ല സ്റ്റിക്കറുകൾ കുറവുണ്ട്. അവൾ അവിടെ എന്താണ് ചെയ്യുന്നത്? മൈക്ക് എന്താണ് ചെയ്യുന്നത്? നിൽക്കൂ. ഓ, നമുക്ക് നോക്കാം. ഓ, എനിക്കും ഒരു മെയിൽ ബോക്സ് വേണം. എനിക്ക് ഇപ്പോൾ ഒരു ആശയം തോന്നി.
ഈ സാധാരണ മഞ്ഞപ്പെട്ടിയെ ഞാൻ അത്ഭുതകരമായ ഒന്നാക്കി മാറ്റും. നമുക്ക് അവിടെ കുറച്ച് പൂക്കൾ വെക്കാം. മനോഹരം. എന്ത്? പെൺകുട്ടികൾ അവരുടെ മെയിൽ ബോക്സുകൾ ഉണ്ടാക്കിയോ? എനിക്കും ഒരെണ്ണം വേണം. ഈ നീലപ്പെട്ടി കാണാൻ അത്ര ഭംഗിയില്ല, പക്ഷെ എന്റെ പക്കൽ ഒരു ആശയമുണ്ട്. നമുക്ക് ഇതിലൊരു ദിനോസറിനെ വെക്കാം. കൊള്ളാം. ഓ ഹായ് പോസ്റ്റ്മാൻ, എനിക്ക് എന്തെങ്കിലും കത്തുകൾ കൊണ്ടുവന്നിട്ടുണ്ടോ? ഓ വാവ്, ഇത് ആഫ്രിക്കയിൽ നിന്നുള്ളതാണോ? നന്ദി. സഹായിക്കാൻ കഴിഞ്ഞതിൽ സന്തോഷം. എനിക്ക് നിങ്ങൾക്ക് തരാൻ ഒന്നുകൂടിയുണ്ട് മിസ്റ്റർ. അവിടെ. ഓ അയ്യോ, നിങ്ങളുടെ മെയിൽ ബോക്സ് എന്നെ കടിച്ചു. ഇത് തമാശയാണെന്ന് തോന്നുന്നുണ്ടോ? എന്നാൽ നിങ്ങൾക്ക് ഇനി കത്തുകളൊന്നുമില്ല. ശരി, ആരാണ് ഈ സുന്ദരിയായ സ്ത്രീ? നിങ്ങളെ കാണാൻ വളരെ മനോഹരമായിട്ടുണ്ട്. ഓ, നിങ്ങൾ വളരെ സുന്ദരിയാണ്. ഓ, എന്റെ പക്കൽ നിങ്ങൾക്കൊരു കത്തുണ്ട്, ഒരു ബ്യൂട്ടി ക്വീൻ. വാവ്, നന്ദി. അടുത്ത തവണ നിങ്ങളുടെ കാലുകളിൽ നിൽക്കാൻ ശ്രദ്ധിക്കൂ. എല്ലാവർക്കും അവരുടെ പുൽത്തകിടികൾ അലങ്കരിക്കാൻ സമയം ലഭിച്ചതായി ഞാൻ കാണുന്നു. ഇനി നിങ്ങളുടെ വീടുകളുടെ ഉള്ളിൽ അലങ്കരിക്കാനുള്ള സമയമാണ്. ഓ മൈക്ക്, നീ എന്താണ് ചെയ്യുന്നത്? ഞാൻ എന്റെ വീടിന്റെ ഉള്ളിൽ നീല പെയിന്റ് അടിക്കാൻ പോവുകയാണ്. കൊള്ളാം. നമുക്ക് തറയിൽ കുറച്ച് നീല ഫോം മാറ്റി വിരിക്കാം. ഞാൻ വേറെ എന്താണ് ചെയ്യേണ്ടത്? ഓ ശരിയാണ്, എന്റെ എല്ലാ തോക്കുകളും കളിപ്പാട്ടങ്ങളും വെക്കാൻ എനിക്കൊരു ഷെൽഫ് വേണം. അവ ഇവിടെ വെക്കാൻ നല്ല ഭംഗിയുണ്ട്. അടിപൊളി. ഹഗ്ഗി വഗ്ഗി, എന്റെ കളിപ്പാട്ടങ്ങൾക്ക് കാവൽ നിൽക്കൂ. ഇനി ഞാൻ അടുത്തിടെ മൈൻക്രാഫ്റ്റിൽ കണ്ടെത്തിയ കുറച്ച് ഡയമണ്ടുകൾ ചുവരുകളിൽ പതിക്കണം. ഡൈനാമിക് ടേബിൾ. പെർഫെക്റ്റ്. എന്റെ പുതിയ വളർത്തുമൃഗമായ എലിക്ക് എനിക്കൊരു സ്ഥലം വേണം. ഞാൻ അവന് ജാക്ക് എന്ന് പേരിടുന്നു. ഞങ്ങൾക്കായി ഒരു കളിസ്ഥലം ഉണ്ടാക്കാൻ പോവുകയാണ്. അടിപൊളി. ഇത് വളരെ കൊള്ളാം. വാവ്, മൈക്ക് അവന്റെ മുറി വളരെ മനോഹരമായി അലങ്കരിച്ചിരിക്കുന്നു. എനിക്കും അതുപോലെ എന്തെങ്കിലും ചെയ്യണമെന്ന് തോന്നുന്നു, പക്ഷെ എന്റെ സ്വന്തം ശൈലിയിൽ. ആദ്യം നമുക്ക് ചുവരുകൾ ശരിയാക്കാം. എനിക്ക് ഇവിടെ കുറച്ചുകൂടി പിങ്ക് നിറം വേണം. എന്റെ പിങ്ക് നെയിൽ പോളിഷ് അതിനെന്നെ സഹായിക്കും. ശരി, എല്ലാം ഞാൻ ആഗ്രഹിച്ചതുപോലെ തന്നെ ആയിട്ടുണ്ട്. കൊള്ളാം. ഇനി കുറച്ച് പിങ്ക് മേഘങ്ങളും എന്റെ കാമുകനൊപ്പം ഉള്ള ചിത്രങ്ങളും വെക്കാം. നമുക്കിത് ചെയ്യാം. ഓ, നമ്മളെ ഒരുമിച്ച് കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇവിടെയാണ് മേശ കൃത്യമായി ചേരുക. പിന്നെ എന്റെ മനോഹരമായ അലങ്കാരങ്ങളും. ഓ അതെ, കുറച്ച് സംഗീതം കേൾക്കുന്നത് എപ്പോഴും നല്ലതാണ്. ഞാനിവിടെ ഇരുന്ന് മുടി ചീകുകയും പാടുകയും ചെയ്യും. കൊള്ളാം. അത്ഭുതകരം. ഇതാ എന്റെ വളർത്തുപൂച്ച. ഓ, നീ ലോകത്തിലെ ഏറ്റവും അത്ഭുതകരമായ പൂച്ചയാണ്. എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്. എല്ലാവരും അവരുടെ മുറികൾ ഒരുക്കി കഴിഞ്ഞു. ഞാൻ മാത്രം ചെയ്തില്ലേ? ഓ, ഇത് ഉടൻ തന്നെ മാറ്റണം. ചുവരുകളിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട മഞ്ഞ നിറം അടിക്കണം. എനിക്ക് വെളിച്ചമുള്ള ഒരു മുറി വേണം. അപ്പോൾ അത് എപ്പോഴും ചൂടുള്ളതും പോസിറ്റീവ് ആയതുമായിരിക്കും. ഓ ഓ, ഇത് വളരെ മനോഹരമാണ്. ഇനി അടുത്തതിലേക്ക് കടക്കാം. എനിക്ക് കുറച്ച് മണൽ വേണം. അപ്പോൾ എനിക്ക് ബീച്ചിലുള്ളതുപോലെ തോന്നും. കൊള്ളാം. പിന്നെ എന്റെ മനോഹരമായ ചെറിയ താറാവ് കുഞ്ഞും. നീ ചുവരിലേക്ക് പോകാൻ പോവുകയാണ്. ഇതാ എന്റെ പ്രിയപ്പെട്ട കളിപ്പാട്ടങ്ങളുടെ ഒരു വലിയ നിര തന്നെ. ഹായ് എല്ലാവർക്കും. എനിക്ക് നിങ്ങളെ എല്ലാവരെയും ഒരുപാട് ഇഷ്ടമാണ്. പിന്നെ എനിക്ക് വരയ്ക്കാൻ ഒരു കോണുണ്ട്. എന്റെ യുക്കുലേല വായിക്കാനും. ഈ ചിത്രം ഇവിടെ വെച്ചാൽ വളരെ നന്നായിരിക്കും. അത് നോക്കൂ, ഇത് ഞാനും എന്റെ നായ ജെറിയുമുള്ള ചിത്രമാണ്. ജെറി വൂഫ് വൂഫ് എന്ന് പറയൂ. അവൻ വളരെ മിടുക്കനാണ്. ഇതാണ് നിന്റെ ചെറിയ സ്ഥലം കൂട്ടുകാരാ. ജെറി, നിനക്കൊരു എല്ല് വേണോ? എല്ല് വേണോ? ഇതാ പിടിച്ചോ. നല്ല കുട്ടി. ഈ വീടുകൾ വളരെ അത്ഭുതകരമാണ്.
ശരി, എനിക്ക് ഈ ചവറുകളൊക്കെ കളയണം. ഇതൊന്ന് ഭംഗിയാക്കണം. ഛേ, പഴത്തൊലി. വൗ! ഇതൊന്ന് നോക്കിയേ. ഇനി എനിക്കിത് എന്റെ പ്രിയപ്പെട്ട ചുവപ്പ് നിറം അടിക്കണം. കൊള്ളാം. പുതിയ വീട് കിട്ടിയതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. ഈ പെൻസിലുകൾ വെച്ച് ഞാൻ ഇതിന് നല്ല അടിപൊളി ജനലുകൾ ഉണ്ടാക്കും. എന്റെ മുറ്റത്തിന് പറ്റിയ ഒരു കിടിലൻ ഐഡിയയും എന്റെ മനസ്സിലുണ്ട്. ഞാൻ ഈ കാർഡുകൾക്ക് നിറം നൽകും. എന്നിട്ട് എനിക്ക് ഇഷ്ടമുള്ളപ്പോൾ ഇതുകൊണ്ട് കളിക്കാം. അതൊന്ന് നോക്കിയേ. എനിക്ക് ഈ കളി ഭയങ്കര ഇഷ്ടമാ. ഇത് നല്ല രസമാ. ശരി, അടുത്തതിലേക്ക് പോകാം. എനിക്ക് എന്റെ ചെടി നനയ്ക്കണം. ഓ, വൗ! എനിക്കിപ്പോ ഒരു മരമുണ്ട്. അതെ, എന്റെ വീട് അടിപൊളിയാ. ഞാനും എന്റെ വീട് അലങ്കരിക്കും. എനിക്ക് നിങ്ങളുടെ സഹായം അത്യാവശ്യമായി വേണം. ഹലോ മിസ്, പിങ്ക് ആയാലോ? വേണ്ട, സ്വർണ്ണ നിറമാണ് നല്ലത്. ഇത് നിങ്ങൾക്കുള്ളതല്ല, എന്റെ വീടിനുള്ളതാ. ഇതൊന്ന് സ്വർണ്ണ നിറമാക്കാമോ? ഓ, മനസ്സിലായി മിസ്. ഞാൻ തുടങ്ങുകയാണ്. ആദ്യം തന്നെ ഒരു ബർണർ ഉപയോഗിച്ച് നമുക്ക് ഈ സ്വർണം ഉരുക്കണം. ഇനി നമുക്ക് മേൽക്കൂര പെയിന്റ് ചെയ്യാം. ഇത് കാണാൻ നല്ല ഭംഗിയുണ്ടാകും. ഇനി ഈ സ്വർണക്കട്ടികൾ വെച്ച് നമുക്കിത് അലങ്കരിക്കാം. ഞാൻ ചെയ്യാം. ഓ വൗ, ഗംഭീരം. എനിക്കിത് ശരിക്കും ഇഷ്ടമായി. അതെ, ഒരുപാട് നന്ദി. ഒരു നിമിഷം, നിങ്ങൾക്ക് ഏതാ കൂടുതൽ ഇഷ്ടം? തീർച്ചയായും സ്വർണ്ണ നിറം. ഈ ചുവന്നത്. പണത്തിന്റെ മരം. എനിക്കിത് ഇഷ്ടമായി. മനസ്സിലായി മിസ്. ഇനി എല്ലാം നിങ്ങളുടെ സ്വപ്നം പോലെ റെഡിയാകും. പെർഫെക്റ്റ്. അത് മതി. എനിക്ക് എല്ലാം ഇഷ്ടമായി. ശരി, ആയിക്കോട്ടെ മിസ്. അവസാനം എനിക്ക് എന്റെ പുതിയ വീട് ആസ്വദിക്കാൻ കഴിയും. പക്ഷേ എന്റെ സ്ഥലത്ത് ശല്യക്കാരായ അയൽക്കാരെ എനിക്ക് വേണ്ട. കൊള്ളാം, ഇതാണ് കുറച്ചുകൂടി നല്ലത്. എനിക്ക് അനുവാദമില്ലേ? ശരി, വീടിന്റെ ഉള്ള എങ്ങനെ അലങ്കരിക്കാമെന്ന് നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കണം. ഒരു നിമിഷം. ഓ, റാപ്പറുകൾ. പിന്നെ ഐസ്ക്രീമും. നന്ദി. ഓ മുത്തശ്ശി, ഞാൻ ഈ കണ്ണാടി എടുത്തോട്ടെ? ഓ പ്ലീസ് പ്ലീസ് പ്ലീസ്. പോകാം. ഓ, എനിക്ക് തീർച്ചയായും ഈ റോഡ് സൈൻ വേണം. പിന്നെ കുറച്ച് കോക്ക് കുപ്പികളും. നൈസ്. അവൾ എന്തായി കാണിക്കുന്നത്? ഈ സാധനങ്ങൾ വെച്ച് ഞാനൊരു മേശയും എന്റെ പ്രിയപ്പെട്ട റെയിൻബോ സോക്സ് വെച്ച് ഒരു തലയിണയും ഉണ്ടാക്കും. നല്ല മണം. ഇനി 3, 2, 1. ഇനി ഒരു മാജിക് കാണാം. എനിക്കിത് ഇഷ്ടമായി. ഓ, അതൊന്ന് നോക്കിയേ. നമുക്കിപ്പോ ഒരു ഷെൽഫ് കിട്ടി. ഓ, എന്റെ ചെടി. എനിക്കിത് ഭയങ്കര ഇഷ്ടമാ. എന്ത്? ആരാ എന്റെ ചുമരിൽ ഇങ്ങനെ ചെയ്തത്? പക്ഷെ ഇത് എങ്ങനെ ശരിയാക്കണമെന്ന് എനിക്കറിയാം. ഞാൻ സ്റ്റിക്കറുകൾ കൊണ്ടു നടക്കുന്നതിൽ അത്ഭുതമില്ല. ഞാൻ അതുകൊണ്ട് ഒരു ഹാർട്ട് ഉണ്ടാക്കും. ഇത് കാണാൻ നല്ല ക്യൂട്ടല്ലേ?
പിന്നെ മറ്റേ ചുമരിൽ ഒരു കണ്ണാടി വെക്കാനുള്ള സ്ഥലമുണ്ട്. വൗ! എന്റെ കയ്യിൽ ഒരു ഫെൽറ്റ് പെൻ ഉള്ളത് നന്നായി. ഇനി എനിക്ക് കുറച്ച് ഷെൽഫുകൾ വരയ്ക്കണം. തുറന്ന് സാധനങ്ങൾ വെക്കാൻ പറ്റുന്ന തരം ഷെൽഫുകൾ. പിന്നെ എന്റെ ടെഡി ബെയറും. പെർഫെക്റ്റ്! എനിക്ക് എന്റെ വീട് ഭയങ്കര ഇഷ്ടമാ. ഓ നിൽക്ക്, എനിക്കിപ്പോ കുഴപ്പമില്ല. പിന്നെ ഒരു രാജകുമാരിയെ പോലെ തോന്നാൻ ഇതാ ഒരു കിരീടം. ഹലോ മഹാറാണി. ഓ ഹേയ്, അതെന്താ? ഓ ബ്രിട്ടനി, അതത്ര തമാശയല്ല. ഞാൻ പണക്കാരിയായ ഒരു രാജകുമാരിയാകാൻ പോവുകയാ. ശരി, എന്റെ വീടിനും കംഫർട്ട് ഇഷ്ടമാണ്. അതുകൊണ്ട് ആദ്യം തന്നെ വിശ്രമിക്കാൻ ഞാൻ ഒരു ഫ്ലഫി റഗ് വിരിക്കും. എന്നിട്ട് ജനലുകൾ സ്വർണ്ണ കർട്ടനുകൾ വെച്ച് അലങ്കരിക്കും. നൈസ്. എന്റെ പ്രിയപ്പെട്ട വാക്ക് റിച്ച്. എനിക്കിത് ഇഷ്ടമാ. ശരി, എന്റെ വാർഡ്രോബ് ശരിയാക്കാനുള്ള സമയമായി. അതെ, എന്റെ തുണികൾ വെക്കാൻ എനിക്ക് തീർച്ചയായും ഒരുപാട് സ്ഥലം വേണം. ആ ഷൂസുകൾ നോക്കിയേ. പിന്നെ തീർച്ചയായും എന്റെ കിരീടവും. ഓ, എന്റെ ഫോട്ടോ നോക്കിയേ. അതെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒന്നാ. ഓ, പിന്നെ ഇത് ഞാനും എന്റെ ബോയ് ഫ്രണ്ടും. എന്റെ കോസ്മെറ്റിക്സ് ഒക്കെ ഇവിടെയുണ്ട്. നമുക്ക് കുറച്ച് ടച്ചപ്പുകൾ ചെയ്യാം. ഗംഭീരം. എനിക്കൊരു സെൽഫി എടുത്ത് ജെയിനിന് അയക്കണം. നിൽക്ക്. അങ്ങനെ. ഓ, അതെന്താ? ബ്രിട്ടനി വീടൊക്കെ ഫർണിഷ് ചെയ്തു. കൊള്ളാം. ജെയിൻ അവിടെ എന്താ ചെയ്യുന്നത്? അവൾ ചായ കുടിക്കുകയാ. അതിനാണോ ഫണ്ണെന്ന് പറയുന്നത്? ഒരു പാർട്ടി നടത്തുന്നതാണ് കുറച്ചുകൂടി പൊളി. ഹലോ മിസ്, നിങ്ങളുടെ പാർട്ടി നടത്താൻ എനിക്ക് സന്തോഷമേയുള്ളൂ. ഈ സ്വർണ്ണ ഗോളങ്ങളും ഡിസ്കോ ബോളും നിങ്ങൾക്ക് ഇഷ്ടമായോ? പേടിക്കണ്ട, പാട്ട് വെക്കാൻ ഞാൻ ഒരു പ്രൊഫഷണൽ ഡിജെയെ വിളിച്ചിട്ടുണ്ട്. ഓ, കുഴപ്പമില്ല നന്ദി, എനിക്കിത് ഇഷ്ടമായി. തീർച്ചയായും ഇതാണ് കുറച്ചുകൂടി നല്ലത്. ശരി, ഓക്കെ. ഹലോ കൂട്ടുകാരി, എന്റെ പാർട്ടിക്ക് വാ. ഓ, എന്ത് ബഹളമാ. ഹലോ സെക്യൂരിറ്റി, അയൽക്കാരുടെ പാട്ടിന് ഭയങ്കര സൗണ്ടാ. വേഗം വാ. ഇതൊന്ന് നോക്കിയേ. ഇതൊക്കെ നിയമപരമാണോ? ഒരു നിമിഷം, ഞങ്ങളിത് ശരിയാക്കാം. എന്താ ശബ്ദം? ഓ, ഹലോ. ഉറക്കെ പാട്ട് വെക്കാൻ പാടില്ലേ? സമാധാനപ്പെട്. പണത്തിന്റെ കാര്യമോ? നിങ്ങൾക്കും ഞങ്ങളുടെ കൂടെ കൂടുന്നോ? വൗ, നന്ദി. എല്ലാവരും ഡാൻസ് ചെയ്യുകയാ. ഓ, നിൽക്ക്. അതൊരു കഷ്ടം തന്നെ. എന്നെ വിളിച്ചില്ലല്ലോ. ഓ ഓ, അതെന്താ? തീപിടുത്തമോ? സ്വയം രക്ഷപ്പെട്. ഇല്ല, പേടിക്കണ്ട. എന്റെ കയ്യിൽ ഫയർ എക്സ്റ്റിംഗ്വിഷർ ഉണ്ട്. ഓ, നന്ദി ജെയിൻ. എന്നെ ക്ഷമിക്കണം പ്ലീസ്. നമുക്ക് കൂട്ടുകാരാകാം. ഹായ് നന്ദി. സാരമില്ല. ഓ, എന്റെ ഡെലിവറി ബോയ് വന്നിട്ടുണ്ട്. ഞാൻ പോയി വാങ്ങാം. ഓ, ഹലോ. ദാ നിന്റെ പണം. ഓ, ഇത് എനിക്കുള്ളതാണ്. നന്ദി. നമുക്ക് നോക്കാം ഇതിൽ എന്താണെന്ന്. വൗ, വലിയ മരപ്പലകകൾ. ഓ, ശരി, ഞാൻ സൂക്ഷിച്ചോളാം. ഓ, ഇല്ല, ഞാൻ അത്ര സൂക്ഷിച്ചില്ലെന്ന് തോന്നുന്നു. എനിക്ക് എന്തോ കിട്ടിയിട്ടുണ്ട്. ഇതും എന്റെ കട്ടിലിന്റെ ഭാഗമാണെന്ന് തോന്നുന്നു. പിന്നെ ഒരു ഡ്രില്ലും. ഇത് കൊള്ളാമല്ലോ.
നമുക്ക് പുറത്തിറങ്ങാം. അടിപൊളി. എനിക്ക് എക്കാലത്തെയും മനോഹരമായ ഒരു കട്ടിലുണ്ടാക്കണം. ടൂളുകൾ എങ്ങനെ ഉപയോഗിക്കണമെന്ന് എന്റെ അച്ഛൻ എന്നെ പഠിപ്പിച്ചത് ഒരു കാരണമുണ്ട്. ഇപ്പോൾ എന്റെ കിടിലൻ കട്ടിലിന്റെ പണി ഏതാണ്ട് തീരാറായിട്ടുണ്ട്. അപ്പോൾ എന്ത്? ആ പാവപ്പെട്ടവൾക്ക് എന്നേക്കാൾ നല്ലൊരു മുറി ഉണ്ടാകാൻ ഒരു വഴിയുമില്ല. ഞാനും എനിക്കായി ഒരു സ്വപ്നമുറി ഓർഡർ ചെയ്യാൻ പോവുകയാണ്. ഓ, ഇതാ എന്റെ ഡെലിവറിയും എത്തി. ഗുഡ് ആഫ്റ്റർനൂൺ. ദാ നിങ്ങളുടെ പണം. മുറി ആ ഇടനാഴിയിലൂടെ പോയാൽ കാണുന്ന മൂന്നാമത്തെ വാതിലാണ്. ഓ, ഞാൻ ഏറ്റവും മികച്ച മുറിക്കായി കാത്തിരിക്കുകയാണ്. കണ്ടോ മേരി, എന്റെ മുറി നിമിഷങ്ങൾക്കകം റെഡിയായി. എന്റെ കളിപ്പാട്ടങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ സൂക്ഷിക്കണം. അവ എനിക്ക് വളരെ പ്രിയപ്പെട്ടതാണ്. ഓ, അതെ, ഇതാണ് നല്ലത്. എന്റെ മനോഹരമായ ചിത്രങ്ങൾ. ഇത് കൊള്ളാം. ശരി, ബൈ. എന്റെ മുറിയെല്ലാം വൃത്തിയായി ക്രമീകരിച്ചു കഴിഞ്ഞു. ഇനി എനിക്കിവിടെ താമസിക്കാം. എന്റെ മുറി കാണാൻ ഒരു ശൂന്യത പോലെ തോന്നുന്നു. എനിക്കൊരു മികച്ച ബുദ്ധി തോന്നി. എനിക്ക് ഈ റെയിൻബോ കർട്ടനുകൾ വേണം. നിൽക്കൂ, ഇത് എന്റെ മുറിയിലും കാണാൻ നല്ല ഭംഗിയുണ്ടാകും. എനിക്ക് ചുവരുകൾ അലങ്കരിക്കണം. അതിനായി എനിക്കൊരു മികച്ച ബുദ്ധി തോന്നിയിട്ടുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞു. എന്റെ ബാഗിൽ എന്തോ ഉണ്ട്. നോക്കൂ, കത്രികയും കാർഡ്ബോർഡും. ഇപ്പോൾ ഇതാ ഒരു ഭംഗിയുള്ള പൂവിന്റെ അച്ചും തയ്യാറായി. എന്റെ കയ്യിൽ കുറച്ച് പെയിന്റ് ഉണ്ട്. ഞാനിപ്പോൾ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് ഊഹിക്കാമോ? ചുവരുകളിലെല്ലാം പെയിന്റ് ചെയ്യാൻ പോവുകയാണ്. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ബ്രഷ് തന്നെ ഉപയോഗിക്കാം. കണ്ടോ, ഇത് അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. ഇപ്പോൾ കാണാൻ എത്ര ഭംഗിയുണ്ടെന്ന് നോക്കൂ. എനിക്കിത് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഓ, ആ പൂക്കൾ കൊണ്ട് അവൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? മറ്റൊരു കിടിലൻ ഐഡിയ. ഇതിലെന്താണുള്ളത്? ഒഴിഞ്ഞ ഐസ്ക്രീം സ്റ്റിക്കുകൾ. ഇവ കൊണ്ട് നല്ലൊരു ഷെൽഫ് ഉണ്ടാക്കാം. അതിൽ പലതരം സാധനങ്ങൾ വെക്കാം. കൊള്ളാം. എന്റെ മുറി ഇപ്പോൾ തന്നെ കാണാൻ ഭംഗിയായിട്ടുണ്ട്. പക്ഷേ അടുത്തത് എന്താണ്? വൗ! ഓ, സോക്സുകളോ? നമുക്ക് ഇനിയും ഒരുപാട് വേണം. ഇതാണ് കൂടുതൽ നല്ലത്. ഇവ എത്ര വർണ്ണാഭവും മനോഹരവുമാണെന്ന് നോക്കൂ. എന്തോ ഒരു കുറവുണ്ട്. ഓ, അതെ, എന്റെ സോക്സുകൾ കൊണ്ട് ഞാനൊരു വലിയ കാർപ്പറ്റ് ഉണ്ടാക്കാൻ പോവുകയാണ്. അടിപൊളി. ഓ, ഇത് കുറച്ച് കട്ടിയുള്ളതാണല്ലോ. ഞാൻ ഈ മുറിയിലാകെ കെട്ടാൻ പാകത്തിന് ഒരു ഊഞ്ഞാൽ ഉണ്ടാക്കാൻ പോവുകയാണ്. ഇത് നന്നായി മുറുക്കി കെട്ടണം, എന്നാലേ സുരക്ഷിതമായിരിക്കൂ. വൗ! ഹായ് അമ്മ. എന്ത്? ഓ, ഇല്ല. ഹേയ് കൂട്ടുകാരെ, എന്റെ അടുത്തേക്ക് വരൂ. ഓ, അവർ അവിടെയുണ്ട്. ഞാൻ ഓടി വരികയാണ്. ഹായ് റേച്ചൽ, ജെസ്സിക്ക. എന്റെ പാവം അയൽക്കാരി മേരിയെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. ശരി, അവളോട് ഹലോ പറയണമെന്നൊന്നുമില്ല. ഞാൻ നിങ്ങൾക്ക് എന്റെ കിടിലൻ മുറി കാണിച്ചു തരാം. നമുക്ക് ഒരുമിച്ച് സമയം ചെലവഴിക്കാം. ഇത് കാണാൻ ശരിക്കും അടിപൊളിയാണ്. മേരിക്ക് ഇവിടെ പ്രവേശനമില്ല. എന്റെ മുറിയുടെ അടുത്തേക്ക് പോലും വരരുത്. എന്ത്? ഓ, അത് സാരമില്ല. നിങ്ങളില്ലാതെ തന്നെ ഞാൻ എന്തെങ്കിലും ചെയ്യാനുള്ള വഴി കണ്ടെത്തും. ഓ, ആ ബോർഡ് എനിക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒന്നാണെന്ന് തോന്നുന്നു. നമുക്ക് അത് എടുക്കാം. ശരി, വേറെ എന്തൊക്കെയാണ് എന്റെ കയ്യിലുള്ളത്? ഒരു കൊക്കക്കോള കുപ്പി. ഇതിനുള്ളിൽ എന്താണ്? ഓ ഓ, അതെ, എനിക്ക് അത് ആവശ്യമുണ്ട്. ഇതാ, ഞാൻ എന്റെ വീട്ടിൽ തിരിച്ചെത്തിയിരിക്കുന്നു. എനിക്ക് ഇവിടെ കൊക്കക്കോള കുപ്പികൾ വെക്കണം. ഞാൻ ഇതൊരു മേശയായി ഉപയോഗിക്കാൻ പോവുകയാണ്. അതിനു മുകളിലായി എന്റെ ചെറിയ ടെഡ്ഡി ബെയറിനെ വെക്കും. തീർച്ചയായും കുറച്ച് മിഠായികളും. മിഠായി ഇഷ്ടപ്പെടാത്തവർ ആരാണുള്ളത്? എന്ത്? അവൾ എന്തിനാണ് സന്തോഷിക്കുന്നത്? ശരി പെൺകുട്ടികളെ, നമ്മളിപ്പോൾ കരോക്കെ പരമാവധി ശബ്ദത്തിൽ ഓൺ ചെയ്യാൻ പോവുകയാണ്. എന്ത്? ഓ, ഇത് ഭയങ്കര ശബ്ദമാണല്ലോ. ഇത് എങ്ങനെ ഓഫ് ചെയ്യും? എനിക്ക് എന്ത് ചെയ്യണമെന്നറിയാം. ഓ, അവർ എന്നെ ഭ്രാന്ത് പിടിപ്പിക്കുന്നുണ്ട്. സെക്യൂരിറ്റി, ദയവായി എന്നെ സഹായിക്കൂ. എന്റെ റൂംമേറ്റ് ഭയങ്കര ശബ്ദത്തിൽ പാർട്ടി നടത്തുകയാണ്.
നമുക്കിത് ഇപ്പോൾ തന്നെ പരിഹരിക്കാം. നിങ്ങൾ എന്താണ് ചെയ്യുന്നത് പെൺകുട്ടികളെ? ഇവിടെ ബഹളം വെക്കാൻ പാടില്ല. എന്ത്? അയ്യോ, എനിക്ക് നിങ്ങളെ സഹായിക്കാൻ കഴിയില്ല. എന്ത്? ശരി, ഞാൻ തന്നെ ഇതിനൊരു വഴി കണ്ടെത്താം. എനിക്കൊരു ബുദ്ധി തോന്നി. എന്റെ കയ്യിൽ ഒരു ബലൂൺ ഉണ്ട്. നമുക്കിത് വീർപ്പിച്ച് മേൽക്കൂരയിൽ ഒട്ടിക്കാം. എമ്മയുടെ കൂട്ടുകാർക്ക് എന്റെ അടുത്തേക്ക് വരാൻ തോന്നും. ഈ ഡിസ്ക് വെളിച്ചം പ്രതിഫലിപ്പിക്കുന്ന നല്ലൊരു അലങ്കാര വസ്തുവാക്കി മാറ്റാം. എന്റെ ഡിസ്കോ ബോളിന് ഇത് തികച്ചും അനുയോജ്യമായിരിക്കും. അടിപൊളി! വൗ! അദ്ഭുതമായിരിക്കുന്നു. ഇനി കുറച്ച് ഉച്ചത്തിലുള്ള സംഗീതം. നമുക്ക് പാർട്ടി ചെയ്യാം ബേർ. വൂഹൂ! ഇവിടെ എന്താണ് നടക്കുന്നത്? മറ്റൊരു പാർട്ടിയോ? എമ്മ, ക്ഷമിക്കണം, ഞങ്ങൾ നിന്റെ റൂംമേറ്റിന്റെ മുറിയിലേക്ക് പോവുകയാണ്. ഹായ് മേരി, നമുക്ക് നൃത്തം ചെയ്യാം. ഓ, അവർ എന്നെ ഒഴിവാക്കിയോ? എന്റെ നഖങ്ങൾ കാണാൻ എന്ത് ഭംഗിയാണ്. അതെന്താണ്? മേരി, എന്നെ രക്ഷിക്കൂ, അവിടെ ഒരു എലിയുണ്ട്. എന്ത്? അയ്യോ, എന്ത്? ശരി, ഞാൻ ഇപ്പോൾ തന്നെ അതിനൊരു വഴി കണ്ടെത്താം. ഓ, ഇത് കാണാൻ എന്ത് ഭംഗിയാണ്. ഞാൻ ഇതിനെ എന്റെ കൂടെ കൂട്ടാൻ പോവുകയാണ്. എനിക്ക് ബോറടിക്കാതിരിക്കാൻ ഒരു വളർത്തുമൃഗത്തെ വേണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. ഇതിനായി കാർഡ്ബോർഡ് കൊണ്ട് ഒരു നല്ല വീട് എങ്ങനെ ഉണ്ടാക്കാമെന്ന് എനിക്കറിയാം. നമുക്ക് കഷണങ്ങൾ മുറിച്ചെടുത്ത് ഒരു നല്ല വീട് ഉണ്ടാക്കാം. ജനലുകൾക്ക് തീർച്ചയായും കട്ടനുകൾ ആവശ്യമുണ്ട്. പിന്നെ ഒരു നെയിം ടാഗും. നിന്റെ പേരിനി മുതൽ മിക്കി എന്നായിരിക്കും. വീട്ടിലേക്ക് വരൂ മുത്തേ, നീയാണിനി എന്റെ ഏറ്റവും നല്ല കൂട്ടുകാരൻ. എന്ത് ഭംഗിയാണ്. എനിക്കും ഒരു വളർത്തുമൃഗത്തെ വേണം. നമുക്ക് എന്തെങ്കിലും വഴി കണ്ടെത്താം. എനിക്ക് ലോകത്തിലെ ഏറ്റവും ഭംഗിയുള്ള ഒരു വളർത്തുമൃഗത്തെ വേണം. ഓ, ഇതാ എന്റെ പുതിയ കൂട്ടുകാരൻ എത്തി. എവിടെയാണ് ആ കൂട്ടുകാരൻ? ഓ, എല്ലാ നായ്ക്കളുടെയും രാജ്ഞിയായ ഈ സുന്ദരിയെ നോക്കൂ. നിന്റെ പേര് ഇനി മുതൽ ഫോബി എന്നായിരിക്കും. ഞാനാണ് നിന്റെ പുതിയ യജമാനത്തി. ശരി, നിന്നെ എന്നെ പോലെ സുന്ദരിയാക്കാൻ ഞാൻ നിന്റെ മുടി ചീകിത്തരാം. നമുക്ക് കുറച്ച് ആഭരണങ്ങൾ കൂടി ഉപയോഗിക്കാം. വാവ്, നീ കാണാൻ ലക്ഷപ്രഭുക്കളെ പോലെ ഉണ്ട്. ദാ നിനക്കുള്ള പലഹാരം, ഇത് കഴിക്ക് എന്റെ മോളെ. മിക്കിക്ക് ശരിക്കും ഫോബിനെ ഇഷ്ടപ്പെട്ടോ? ഇത് വലിയൊരു സ്നേഹമാണല്ലോ. ഇല്ല, അങ്ങനെ ചെയ്യാൻ പാടില്ല. അവർ ഒരുമിച്ച് ജീവിക്കേണ്ടവരാണ്. അവിടെ നിൽക്ക് ഫോബി, നീ അങ്ങോട്ട് പോകരുത്. മിക്കി, അവിടെ നിൽക്ക്. ഓ ഇല്ല. എന്റെ മിക്കിക്ക് നിന്റെ ഫോബിനെ ഒരുപാട് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. അത് രസകരമായിട്ടുണ്ട്.